ഭാവനയെ പറ്റി എനിക്ക് ഒരു വാക്കിലൊന്നും പറയാൻ പറ്റില്ല. ഒന്നാമത് എനിക്ക് സിസ്റ്റർ മാതിരിയാണ് ഈ പറഞ്ഞ പോലെ. എൻ്റെ സിസ്റ്ററുടെ കൂടെയാണ് കുട്ടി പഠിച്ചത്. അപ്പോൾ അത്രയും അങ്ങനെ ഒരു പരിചയവും കൂടി എനിക്ക് ഭാവനയായിട്ടുണ്ട്. സിസ്റ്ററും സംഘമിത്രയും ഭാവന ഒരുമിച്ചാണ് പഠിച്ചത്. അപ്പം അങ്ങനത്തെ ഒരു പരിചയവും കൂടി ഉണ്ട്. ഭാവന ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ അത്ര സ്ട്രോങ്ങും ഒക്കെ ആണെങ്കിലും ഈ കഴിഞ്ഞുപോയ 2-3 കൊല്ലം ആ കുട്ടി കടന്നുപോയിട്ടുള്ള മെൻ്റൽ ട്രോമ ചെറിയ ട്രോമയൊന്നും അല്ലായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ അടുത്ത ആൾക്കാർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ ഭാവന എങ്ങനെ പൊട്ടിച്ചെതറി താഴെ വീണ് കരഞ്ഞ് അങ്ങനെ ഉള്ളൊരവസ്ഥയിലേക്ക് വന്ന് പിന്നെ അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ്. പിന്നെ അതിൽ നിന്നൊരു ശക്തി വന്നിട്ടുള്ള കുട്ടിയാണ്. പലപ്പോഴും എൻ്റെ അടുത്തും മഞ്ജുവിൻ്റെ അടുത്തും ഒക്കെ പറയാറുണ്ട്, ഞാൻ എൻ്റെ അമ്മയെ ആലോചിച്ചിട്ട് മാത്രമാണ്. എന്താ വെച്ചാൽ അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ മരിച്ച തന്നെ അമ്മയ്ക്കൊരു ആ ഷോക്കിൽ നിന്ന് ആൻറ്റി ഇതായിട്ടില്ല. പലപ്പോഴും എന്നോടും മഞ്ജുവിനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ നല്ലൊരു ഹസ്ബൻഡും ഫാമിലിയും പിന്നെ ബ്രദറും എല്ലാവരും അമ്മയും ഒക്കെ പിന്നെ നല്ല ഫ്രണ്ട്സുള്ള ഒരാളാണ് ഭാവന. ഇൻഡസ്ട്രിയിലും അതെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും, ഫ്രണ്ട്ഷിപ്പുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ടും ആണ്. പിന്നെ ആ കുട്ടിയുടെ സ്വന്തം ഉള്ളിലൊരു ഒരു ഒരു ദൈവാംശം ഉണ്ടാവില്ലേ, അതിൽ നിന്ന് ആ കുട്ടി അങ്ങനെ സ്ട്രോങ് ആയി വന്നതാണ്. ബ്രെയിൻ ഗീതുവിൻ്റെ ബ്രെയിൻ എന്താ പറയുക, എനിക്കതിന് ഇംഗ്ലീഷിലും പറയാൻ അറിയില്ല, മലയാളത്തിലും പറയാൻ അറിയില്ല. ഗീതു അസാധ്യ ഡയറക്ടറാണ്. ഗീതുവിൻ്റെ ഉള്ളിലത്തെ ക്രിയേറ്റിവിറ്റി എനിക്ക് തോന്നുന്നത് നമ്മളാരും ശരിക്കും കണ്ടിട്ടില്ല, ശരിക്കും പുറംലോകം കണ്ടിട്ടില്ല. പക്ഷെ അത്ര വൈൽഡായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളൊരു ഡയറക്ടറാണ്. എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്. മഞ്ജു ലേഡി സൂപ്പർ സ്റ്റാർ, എൻ്റെ സിസ്റ്റർ. പിന്നെ എന്താ പറയാ, നിങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് വന്നത് എങ്ങനെയാ? അതിങ്ങനെ കാലം കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം മുതലേ നമുക്ക് പരിചയം ഉണ്ടായിരുന്നു. പക്ഷെ മഞ്ജു കുറച്ച് ക്വയറ്റാ, അങ്ങനെ ഭയങ്കര ബഹളം വെക്കുന്ന ഒരു കുട്ടിയല്ല ശരിക്കും. പക്ഷെ അങ്ങനെ നമുക്കത് നമ്മൾ ക്യാരക്ടർ മനസ്സിലാക്കി വരുമ്പോൾ നമ്മളൊരു വളരെ കംഫർട്ടബിൾ ആവില്ലേ, വളരെ കൂളാണ്. അടുത്ത ആള് പാർവതി ജയറാം. അശ്വതി ചേച്ചി എൻ്റെ സീനിയറാണ്. ഞാൻ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് കണക്ഷൻ ഇല്ല. പക്ഷേ വളരെ സ്ട്രോങ് ലേഡി. സുരേഷ് ഗോപി. സുരേഷ് ഏട്ടൻ ബ്രദർ. ചേച്ചി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാ, അറിയാത്തൊരു കാര്യം. സുരേഷ് ഏട്ടൻ നല്ലോണം ഫുഡ് എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്കറിയാം. നല്ല ജ്വല്ലറി ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് ഏട്ടന്. അത് സുരേഷ് ഏട്ടന് വലിയ ഇഷ്ടമാണ് ജ്വല്ലറി എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം രാധിക ചേച്ചിക്ക് എപ്പോഴും ജ്വല്ലറി